ഒരു സ്വർണ്ണ ഖനിയാണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. 18 ലക്ഷം രൂപ അധികമായി കൈപ്പറ്റിയിരിക്കുന്നു. ഒരു CPM അനധ്യാപക നേതാവ് 88,000 രൂപ അധികമായി കൈപ്പറ്റിയിരിക്കുന്നു. വൈസ് ചാൻസലറായി നിയമിക്കുന്നവർ നോക്കുകുത്തികളായി മാറി. അവിടെ ഒരു XMPയുടെ പേര് ഞാൻ പേരെടുത്ത് പറയാം. ഇവർക്ക് എന്ത് അക്കാഡമിക് ക്രെഡിബിലിറ്റിയാണുള്ളത്? 7 പേർ CPM അനുഭാവികളായ വൈസ് ചാൻസലർമാരാണ്. ആരിഫ് ഖാൻ്റെ അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ നമ്മുടെ പുതിയ ചാൻസലർ കൂടിയായ ഗവർണർ പിന്തുടരുമെന്നാണ് പ്രതീക്ഷ. ചാർജ് എടുത്ത ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സർവകലാശാലകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അതിപ്രസരം പാടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ നടപ്പാകുന്നില്ല. അതൊരു വശത്ത്. ഇതിനിടയിലാണ് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ നടത്തിപ്പിലെ വ്യാപക ക്രമക്കേട് AG റിപ്പോർട്ടും സേവ് യൂണിവേഴ്സിറ്റി ചർച്ചയാക്കിയിരിക്കുന്നത്. എത്ര ഗൗരവമുള്ള അപകടകരമായ അവസ്ഥയാണിത്. നിരന്തരമായി സാങ്കേതിക സർവകലാശാല ഇങ്ങനെ ചോദ്യചിഹ്നമായി മാറിയാൽ എന്ത് ചെയ്യും? സാർ, ഈ സാങ്കേതിക സർവകലാശാല സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വർണ്ണ ഖനിയായി മാറുകയാണ്. എന്തുകൊണ്ട് അവിടെ നിരന്തരമായി ക്രമക്കേട്? AKG സെന്ററിലേക്ക് വാഹനം അങ്ങോട്ട് പോകുന്നു. CIT നേതാക്കന്മാർക്കും സഖാക്കന്മാർക്കും യാത്ര ചെയ്യാനാണോ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഫണ്ടും ഈ ചെലവും ഒക്കെ എന്നുള്ളതാണ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സാധാരണക്കാരായ പലരും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് അതിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെന്നിരിക്കെ സഖാക്കന്മാരും ചില വേണ്ടപ്പെട്ടവർ മാത്രം ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളിടത്ത് വളരെ ഗൗരവമുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? 2013 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് സാങ്കേതിക സർവകലാശാല രൂപം കൊണ്ടത്. അത് ഒരു മറ്റ് സർവകലാശാലയിൽ വ്യത്യസ്തമായി അതിൻ്റെ ഘടന, അതിൻ്റെ ഭരണസമിതിയെല്ലാം വ്യത്യസ്തമായിരിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ISRO ഡയറക്ടർ, രാജീവ് ഗാന്ധി സെൻറ്റർ ഡയറക്ടർ തുടങ്ങിയ ഡയറക്ടർമാർ ഉൾപ്പെടുത്തിയുള്ള ഒരു ഭരണസമിതിയാണ് വിഭാവന ചെയ്യുന്നത്. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സാണ്. ഇന്ന് കേരളത്തിൽ ജൂറിസ്ഡിക്ഷൻ, സംസ്ഥാനാടിസ്ഥാനത്തിൽ പൂർണ്ണമായ ജൂറിസ്ഡിക്ഷനുള്ള 150-ൽ കൂടുതൽ അഫിലിയേറ്റഡ് കോളേജ് ഉള്ള ഒരു സ്ഥാപനമാണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഏറ്റവും വലിയ മിടുക്കന്മാരാണ്. അപ്പോൾ അവിടെ വളരെ നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യം വന്നില്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള താല്പര്യം കുറയും. അപ്പോൾ ആ രീതിയിൽ വിഭാവന ചെയ്തുകൊണ്ട് 2013 ആരംഭിച്ച ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ്. അതിന് തുടക്കം കുറിച്ചത് 2020 മുതലാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2020 ഒരു ഓർഡിനൻസിലൂടെ 5 പേരെ കൂടി അഡീഷണലായി പൊതുപ്രവർത്തകർ എന്ന നിലയിൽ വിദ്യാഭ്യാസ വിചക്ഷണരെന്ന മേലങ്കി അണിയിച്ചുകൊണ്ട് സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ഇറങ്ങി വന്നതോടുകൂടി ആ സർവകലാശാലയുടെ നാശത്തിന് തുടക്കം കുറിച്ചു. വളരെ ബോധപൂർവ്വം അതിനകത്ത് കടന്നു കയറി അവിടെയുള്ള സാമ്പത്തികം ചൂഷണം ചെയ്യുക, അതോടൊപ്പം തന്നെ എൻജിനീയറിംഗ് വിദ്യാർത്ഥികളെയും എൻജിനീയറിംഗ് കോളേജിനെയും വിലക്കെടുക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് സിൻഡിക്കേറ്റിലേക്ക് 6 അംഗങ്ങളെ പുതുതായി ഓർഡിനൻസിലൂടെ നിയമിച്ചത്. അതുമുതൽ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. വൈസ് ചാൻസലറായി നിയമിക്കുന്നവർ നോക്കുകുത്തികളായി മാറി. അവിടെ ഒരു XMPയുടെ പേര് ഞാൻ പേരെടുത്ത് പറയാം. PK ബിജു എന്ന XMPയുടെ നേതൃത്വത്തിലാണ് ആ സർവകലാശാല ഭരണം നടക്കുന്നത്. സർവകലാശാല രജിസ്ട്രാർക്കോ സർവകലാശാല മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു ഫയൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ PK ബിജുവിൻ്റെയും കൂട്ടരുടെയും അഭിപ്രായം അറിയണം. ഇങ്ങനെ വരുന്ന ഇവർക്ക് എന്ത് അക്കാഡമിക് ക്രെഡിബിലിറ്റിയാണുള്ളത്? ഇവർക്ക് എഞ്ചിനീയറിംഗ് മേഖലയെക്കുറിച്ച് എന്ത് കാര്യങ്ങളാണ് അറിയാവുന്നത്? അപ്പോൾ ഗവർണർ അടുത്ത കാലത്ത് മാറ്റി സിസ തോമസിനെ വൈസ് ചാൻസലറായി കൊണ്ടുവന്നപ്പോൾ 6 മാസം പോലും അവർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി. ഇത് ഇന്ന് കേരളത്തിലെ മറ്റ് സർവകലാശാലകളും വ്യത്യസ്തമായി നോക്കുമ്പോൾ ഒരു സ്വർണ്ണ ഖനിയാണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. കാരണം കേരളത്തിലെ അഫിലിയേറ്റഡ് കേരള, കാലിക്കറ്റ്, ഗാന്ധി, കണ്ണൂർ സർവകലാശാലകളുണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയപ്പോൾ സാമ്പത്തികമായി ആ സർവകലാശാല തകർന്നു. കാരണം ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ഫീ കിട്ടുന്നത് ഈ പ്രൈവറ്റ് കോളേജുകൾ കൂടുതലുള്ള സാങ്കേതിക സർവകലാശാല എന്നാണ്. ആ സർവകലാശാലകൾ ഈ അഫിലിയേറ്റ് കോളേജ് ഈ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വന്നപ്പോൾ ആ കോളേജുകളിൽ അടിക്കടി ഇൻസ്പെക്ഷന് പോവുക, അവരെ എന്തെങ്കിലും ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അവരെ ഭീഷണിപ്പെടുത്തി, ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ വലിയൊരു ആരോപണമാണ് ഞാൻ പറയണം, അവരിൽ നിന്നും സാമ്പത്തികം കൈപ്പറ്റുന്നുണ്ട്. ഗവൺമെൻറ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ മാത്രമേ നിയമിക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. 750ഓളം അധ്യാപകർ പല അൺഎയ്ഡഡ് കോളേജുകളിലും ക്വാളിഫൈഡ് അല്ല ജോലി ചെയ്യുന്നുണ്ട്. അവരെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കണം,
ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതും ഈ സിൻഡിക്കേറ്റാണ്. ഇപ്പോഴെന്തായി? അവസാനം ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഇതുവരെയും പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. അവിടെ വ്യാപകമായ അഴിമതി, അതേപോലെ അവിടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുകയാണ്. അവിടെ പരീക്ഷയുടെ മാർക്കുകൾ പോലും വ്യക്തമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സിൻഡിക്കേറ്റാണ്. അപ്പോൾ അവിടെ ഞാനീ പറയും XMP PK ബിജുവിൻ്റെയും അതേപോലെ തന്നെ MLA ആയ സച്ചിൻ ദേവിൻ്റെയും നിയന്ത്രണത്തിൽ ഒരു സർവകലാശാല പോയാൽ എങ്ങനെ സർവകലാശാല മെച്ചപ്പെടും? അപ്പോൾ ഇപ്പോഴും വന്നേക്കുന്ന ഓഡിറ്റ് ഒബ്ജക്ഷനിൽ ഈ കാര്യമുണ്ട്. അതേപോലെ തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ യൂണിവേഴ്സിറ്റി വാഹനങ്ങൾ AK സെൻറ്ററിലും CATU ഓഫീസിലും ഓടിക്കുന്നതായിട്ടുള്ള പരാതികളുണ്ട്. മുൻ വൈസ് ചാൻസലറായിരുന്ന ലേഡിയും അതേപോലെ തന്നെ PVC 18 ലക്ഷം രൂപ അധികമായി കൈപ്പറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള ഒരു സർവീസ് സംഘടനാ നേതാവ്, ഒരു CPM അനധ്യാപക നേതാവ് 88,000 രൂപ അധികമായി കൈപ്പറ്റിയിരിക്കുന്നു. ഈ വക കാര്യങ്ങൾ ഓഡിറ്റ് പാർട്ടി ചൂണ്ടിക്കാണിച്ചപ്പോൾ റിപ്പോർട്ട് തന്നെ പൂർത്തീകരിക്കുകയാണ്. അടിയന്തരമായി ഈ സർവകലാശാല സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. കോടിക്കണക്കിന് രൂപ അവിടെ ഫണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സർവകലാശാലയെ സ്ട്രീംലൈൻ ചെയ്യാൻ ഇപ്പോൾ ഗവർണർ നിർമ്മിച്ചിരിക്കുന്ന വൈസ് ചാൻസലർക്ക് സാധിക്കും. അത് പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സർവകലാശാലയായി അബ്ദുൽ കലാം സർവകലാശാല മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എവിടെ എത്തി നിൽക്കുന്നു? സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഭരിക്കുന്ന സർക്കാരും മുന്നിൽ നിന്ന് നയിക്കുന്ന CPM എന്ന രാഷ്ട്രീയ പാർട്ടിയും എന്താണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയോട് ചെയ്യുന്നത്? സർവകലാശാലകളെ സ്വർണ്ണഖനികളാക്കി മാറ്റുന്ന നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ തന്നെ ഉയർന്നു വരാറുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റിയും RS ശശികുമാർ സാറും നിരന്തരമായി തന്നെ ഈ സമരമുഖത്തുണ്ട്. സർക്കാരിനെ തിരുത്തിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പോക്ക് ശരിയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗവർണർക്ക് നിരന്തരമായി നിവേദനം നൽകിയും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചും സോഷ്യൽ മീഡിയയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയും ശശികുമാർ സാർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മളും ചർച്ച ചെയ്യുന്നത് ഇതുതന്നെയാണ്. കേരളത്തിലെ സർവകലാശാലകളെ രക്ഷിക്കാൻ ഇനി എന്ത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്നാണ് ഇനി ശരിയായ മോചനം? സ്വാഗതം ചെയ്യാം ശശികുമാർ സാർ. നമസ്കാരം സാർ. ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് ലോകത്തിന് മാതൃകയാകേണ്ടതായിരുന്നു. പല വിദേശ സർവകലാശാലകളും ഇവിടേക്ക് വരേണ്ട സമയമാണ്. പക്ഷേ ഇതെല്ലാം പേപ്പറിലും ഈ ചർച്ചകളിലും പരിഷ്കാരങ്ങളിലും മാത്രം ഒതുങ്ങുകയാണ്. ഇപ്പോൾ പുതിയ ഗവർണർ വന്നപ്പോൾ കേരളം വലിയ പ്രതീക്ഷയിലാണ്. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മലയാളികൾ കരുതുന്നത്. സാർ ഇപ്പോൾ ആദ്യ ദിവസം തന്നെ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് ആർലേക്കർക്ക്, പുതിയ ഗവർണർക്ക്. എന്താണ് സാർ പ്രതീക്ഷിക്കുന്നത്? പുതിയ ഗവർണറെ സ്വാഗതം ചെയ്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം നമ്മുടെ പുതിയ ഗവർണർക്ക് നൽകി കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവർണർ ശ്രീ മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിൻ്റെ സർവകലാശാലകൾ മെച്ചപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച ഒരാളാണ്. അദ്ദേഹം ഇവിടെ അധികാരമേറ്റെടുത്ത ആദ്യത്തെ 2 വർഷം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നെങ്കിലും സർവകലാശാല കാര്യങ്ങൾ അപകടത്തിലേക്ക് പോവുകയാണെന്നും ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വിദേശത്തുള്ള വിദ്യാർത്ഥികൾ പോലും കേരളത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിനെ തകർക്കുന്നത് കേരളത്തിൻ്റെ ഭരണരംഗമാണെന്ന് നമ്മളെക്കാളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജിയായിരുന്നു. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതിയ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഞങ്ങളിത് പ്രത്യേകിച്ച് പറയാൻ കാരണം CPMൻ്റെ ഏറ്റവും വലിയ പ്രചരണ ആയുധമാണ് വിദ്യാഭ്യാസ മേഖല. കഴിഞ്ഞ വർഷങ്ങളായി UDFO LDO ഭരിച്ചാലും വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ കടിഞ്ഞാൻ CPMൻ്റെ കയ്യിലാണ്. CPM നിയന്ത്രിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും CPM നിയന്ത്രിക്കുന്ന അധ്യാപക സംഘടനകളും ഒന്നിച്ച് യൂണിവേഴ്സിറ്റികളെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അതിന് കാരണം അവരുടെ സംഘടനാ വളർച്ചയ്ക്ക് യൂണിവേഴ്സിറ്റി എത്രത്തോളം ഗുണകരമാണെന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും വ്യക്തമായി അറിയാവുന്ന CPM ആണ്.
ഇപ്പോൾ അതിൻ്റെ പരമോന്നതിയിലെത്തിയിരിക്കുകയാണ്. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം കൈപ്പിടി ഒതുക്കിയെങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സർവകലാശാലകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി. മുൻപുണ്ടായിരുന്ന CPM മുഖ്യമന്ത്രിമാരായിരുന്ന EK നായനാറാകട്ടെ അച്യുതാനന്ദനാകട്ടെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ നാശമാണ് ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അവരേറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനധ്യാപക നിയമനങ്ങൾ PSCക്ക് വിട്ടതുകൊണ്ട് ഒരു വലിയ ചാകര അവർക്കില്ലാതായി. ഇപ്പോൾ അധ്യാപക നിയമനങ്ങൾ കണ്ണുവെച്ചുകൊണ്ട് അവരുടെ സ്വന്തക്കാരെയും അവരുടെ പാർട്ടി അനുഭാവികളെയും അവരുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെയും അധ്യാപകരായി നിയമിക്കുന്നതോടുകൂടി സർവകലാശാലയുടെ നിയന്ത്രണം തീർച്ചയായിട്ടും CPMൻ്റെ കയ്യിലാവും. അതേപോലെ തന്നെ പരീക്ഷകളിൽ കൃത്രിമം കാണിക്കുക വ്യാപകമായിട്ട് നടക്കുകയാണ്. PhD ഉൾപ്പെടെ തോന്നിയവർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിനെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് CPM വൈസ് ചാൻസലർമാരുടെ നിയന്ത്രണം കയ്യിലെടുക്കാൻ ഉദ്ദേശിച്ചത്. അതിലൊരു നിയന്ത്രണം കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ഗവർണർ ആരിഫ് ജി ആയിരുന്നു. അദ്ദേഹം സർവകലാശാലകളിലെ സുപ്രീം കോടതിയിലെ വിധി വന്നതിനെ തുടർന്ന് ക്വാളിഫൈഡ് അല്ലാത്ത എല്ലാ വൈസ് ചാൻസലർമാരെയും അദ്ദേഹം പിരിച്ചുവിടാൻ നോട്ടീസ് കൊടുത്തു. കോടതി ഇടപെട്ട് അതിനെ തടയാൻ ശ്രമിച്ചുവെന്നെങ്കിലും ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിയന്ത്രണം, സർവകലാശാലയുടെ നിയന്ത്രണം താൽക്കാലിക വൈസ് ചാൻസലർമാർക്കാണെങ്കിൽ പോലും വളരെ കാര്യക്ഷമമായി പഠനം നടത്തി വളരെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന അക്കാഡമിക്സിൻ്റെ കയ്യിൽ ആരിഫ് മുഹമ്മദ് ഖാനെ ഏൽപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ CPM പറയുന്നത് ഇത് കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങളത് കാവ്യവൽക്കരണമായിട്ട് കാണുന്നില്ല. കേരളത്തിലെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർ ഹെൽത്ത് സർവകലാശാലയിൽ ഡോക്ടർ മോൻ കുന്നുമേനെ സ്ഥിരം VC ആയിട്ട് നിയമിച്ചു എന്നുള്ള ഒഴിച്ചാൽ ബാക്കി വൈസ് ചാൻസലർമാർ എല്ലാവരും താൽക്കാലികമായി പ്രവർത്തിക്കുന്നവരാണ് 13 സർവകലാശാലയിൽ. ആ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർമാരിൽ 7 പേർ CPM അനുഭാവികളായ വൈസ് ചാൻസലർമാരാണ്. ബാക്കിയുള്ളവർ കോൺഗ്രസിലും അതേപോലെ തന്നെ BJPയിലും വിശ്വസിക്കുന്നവരാണ്. ആർക്കും ഏത് രാഷ്ട്രീയ കക്ഷിയിലും വിശ്വസിക്കാം. നമുക്ക് വൈസ് ചാൻസലർ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്, CPMൻ്റെ ആളാണ് എന്ന് പറയുന്നത് നമുക്ക് പരാതിയൊന്നുമില്ല. കാരണം ഡോക്ടർ B. ഇക്ബാൽ അറിയപ്പെടുന്ന ഒരു ഇടത് ചിന്തകനാണ്. അദ്ദേഹം കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായി നിഷ്പക്ഷമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അത്തരത്തിൽ ആരും പ്രവർത്തിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സെലക്ഷനാണ് ആരിഫ് ജി നടത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ട പ്രക്രിയ ആരംഭിക്കുന്നുണ്ട്. UGC പുതിയ നിയമം കൊണ്ടുവരുന്ന ആ നിയമം പാസ്സായി കഴിഞ്ഞാൽ പുതിയ വൈസ് ചാൻസലർമാരെ തീർച്ചയായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ നമ്മുടെ പുതിയ ചാൻസലർ കൂടിയായ ഗവർണർ പിന്തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനതിന് പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു ആശ്വാസം അദ്ദേഹം തന്നെ ചാർജ് എടുത്ത ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സർവകലാശാലയുടെ കാര്യങ്ങൾ വളരെ കൃത്യമായും കാര്യക്ഷമമായും അക്കാഡമിക്കായിട്ടും താൻ കാണുമെന്നും സർവകലാശാലയുടെ സെനറ്റ് യോഗങ്ങളിൽ പരമായി പങ്കെടുക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞത് ഇന്നുവരെ ഒരു ഗവർണർമാരും നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ്. അത് ശുഭസൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി 1 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ചേർത്ത് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയും യോഗ്യതയില്ലാത്തവരുമൊക്കെ അധികാരത്തിൽ വരുമ്പോൾ എവിടെ എത്തുന്നു പാർട്ടി എന്നുള്ളത് കൂടിയാണ് കേരളം ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത്. കാവ്യവൽക്കരണമെന്ന കേന്ദ്ര സർക്കാരിനെയും ഗവർണർമാരെയും വിമർശിച്ചുകൊണ്ട് സംസ്ഥാനം വരുമ്പോൾ ചുവപ്പുവൽക്കരണം മാത്രം നടക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. പ്രത്യേകിച്ചും അക്കാദമിക് യോഗ്യതയുള്ളവർ തലപ്പത്ത് വന്നാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാൽ പോലും തെറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്നും CPM സർക്കാരും കാണുന്നില്ല. ഏതായാലും ഗവർണർ അതിശക്തമായി തന്നെ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് സേവ് യൂണിവേഴ്സിറ്റിയും ശശികുമാർ സാറുമുള്ളത്. ഒപ്പം വരും ദിവസങ്ങളിൽ UGCയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ കൂടി ശക്തമാകുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. പ്രത്യേകിച്ചും CPMന്റെ ഈ പിൻവാതിൽ നിയമനമൊക്കെ അവസാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് അതിനെക്കുറിച്ചും ചോദിക്കാം. സാർ, ഈ പിൻവാതിൽ നിയമനം യോഗ്യതയില്ലാത്തവർ പരീക്ഷ എഴുതി ജയിക്കുന്നു, PhD എടുക്കുന്നു, മാർക്ക് ലിസ്റ്റിൽ മാർക്കും യോഗ്യതയും ഇല്ലാത്തവർ പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നു, ഒരുപാട് തെറ്റുകൾ സാർ മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ UGCയുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാകുമ്പോൾ അത് എത്രത്തോളം മാറ്റം കേരളത്തിൽ കൊണ്ടുവരും? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യും പുതുതായി UGC കരട് ഭേദഗതിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ UGCയുടെ നിയമ ഭേദഗതിയിൽ
വൈസ് ചാൻസലർമാരുടെ നിയമനത്തിന് ഉണ്ടാകുന്ന സെർച്ച് കമ്മിറ്റിയാണ് ഏറ്റവും പ്രധാനമായി ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് വലിയ രാഷ്ട്രീയം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളും അതേപോലെ തന്നെ പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത് വൈസ് ചാൻസലർമാരുടെ നിയമനം ഗവർണറുടെ കയ്യിലേക്ക് നിക്ഷിപ്തമാകുന്നു. അതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇന്ത്യ ഒട്ടാകെ വൈസ് ചാൻസലർമാർ നിയമിക്കപ്പെടും എന്നൊരു ആശങ്ക ആ നിയമ ഭേദഗതിയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അത് പിന്നോട്ട് പരിശോധിച്ചാൽ 1967 കേരള സർവകലാശാല നിയമവും അതോടൊപ്പം തന്നെ അപ്പോൾ രൂപീകരിച്ച കാലിക്കറ്റ് സർവകലാശാല നിയമം വന്നപ്പോൾ എം ശങ്കര നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി. മുഹമ്മദ് കോയയായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അവർ സർവകലാശാല നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയപ്പോൾ സെർച്ച് കമ്മിറ്റിയിൽ 3 അംഗങ്ങളുണ്ടാവണം. ആ 3 അംഗങ്ങൾ ചാൻസലറുടെ പ്രതിനിധിയും UGCയുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയും ഉണ്ടാവണം. ഇവർ നൽകുന്ന പാനലിൽ നിന്നും ചാൻസലറായ ഗവർണർ നിയമനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിയമം 74 അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലത്ത് വന്ന നിയമത്തിനും പാസ്സായി. എന്തിനേറെ പറയുന്നു, 1977 കേരളത്തിൽ നടപ്പിലാക്കിയ നിയമം 2010 കപിൽ സിബിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ കേന്ദ്ര UGC നിയമത്തിലൂടെ നടപ്പിലാക്കി. അവർ ഇന്ത്യ ഒട്ടുക്ക് കേരളത്തിൻ്റെ നിയമം നടപ്പിലാക്കി. എല്ലായിടവും ഗവർണർ പാനലിൽ നിന്ന് നിയമിക്കും ഈ 3 അംഗ സമിതി. പക്ഷേ 2018 നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ നിയമം മാറ്റി UGCയുടെ ഒരു പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവണം. ആര് നിയമിക്കണമെന്ന് ഒന്നും വ്യക്തതയില്ലായി. ആ അവ്യക്തത കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സെർച്ച് കമ്മിറ്റി സ്വന്തമായിട്ട് രൂപീകരിച്ചു. ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയെ ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തു. അപ്പോൾ നിയമത്തിൻ്റെ ക്ലാരിറ്റി കുറവ് ആണ് ഇവിടെ കേരളത്തിലെ സർവകലാശാലയിൽ VC-മാരെ നിയമിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. അപ്പോൾ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാര്യം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ 67 EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് നിയമിച്ച ആ പാറ്റേൺ 2010 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ആ നിയമം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. മുമ്പുണ്ടായിരുന്ന പല ഗവർണർമാരും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. കേരളത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന 2 വർഷം ഗവൺമെൻറ് ആവശ്യപ്പെട്ട എല്ലാ വൈസ് ചാൻസലർമാരെ അതേപടി ഒപ്പിട്ട് അംഗീകരിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ യോഗ്യതയുടെ പുറത്തുപോയ ഗോവിന്ദനാഥ് രവീന്ദ്രൻ നായരും സംസ്കൃത സർവകലാശാല നിയമിച്ച ഡോക്ടർ നാരായണൻ നായരും ഒരു ഉദാഹരണമാണ്. അതിനുശേഷം അദ്ദേഹം നിയമം കർക്കശമാക്കിയപ്പോഴാണ് ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത്. അപ്പോൾ ഈ നിയമം വളരെ സുതാര്യമായും നിഷ്പക്ഷമായും നടപ്പിലാക്കിയാൽ നിശ്ചയമായും കേരളത്തിൽ വളരെ ക്വാളിറ്റിയുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൂടുതലായിട്ടുണ്ടായെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുകയോ ചുവപ്പുവൽക്കരിക്കുകയോ ത്രിവർണവൽക്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് എഡ്യൂക്കേഷൻ തകർന്നു പോകും. നമ്മളിവിടെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കണമെന്ന് അടിക്കടി നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറയുകയും പാർട്ടി നോമിനികളെ ക്വാളിറ്റി ഇല്ലാത്തവരെ ഇൻ്റഗ്രിറ്റി ഇല്ലാത്തവരെ വൈസ് ചാൻസലർ ആയിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലും പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ നിയമത്തിൽ ഈ പാറ്റേണിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ മറ്റൊരു വളരെ പ്രധാന കാര്യം, അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ 10 വർഷം സർവീസുള്ള അക്കാഡമിഷ്യൻസ് വൈസ് ചാൻസലർമാരാകണം എന്നുള്ളതായിരുന്നു നമ്മുടെ നിലവിലുള്ള നിയമം. ആ നിയമം മാറ്റിയിട്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള എക്സിക്യൂട്ടീവുകളെ നിയമിക്കാമെന്ന് തീരുമാനം വരുന്നത് ഒരിക്കലും അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഗുണം ചെയ്യില്ല. അക്കാര്യത്തിൽ വ്യക്തമായ ഒരു തിരുത്തൽ നമ്മുടെ മുഖ്യമന്ത്രി ആ കാര്യം സൂചിപ്പിച്ചാണ്. അതുകൂടി ഉണ്ടാവണം. അങ്ങനെ ആവണം നമ്മുടെ അന്തിമ നിയമം ഉത്തരവിലൂടെ പുറത്തിറക്കേണ്ടത്.